പൂങ്കോടി വാടിപ്പോച്ച വാടി നീ പൈങ്കിളി ആസ തീര വാടി ഉന്നനച്ചൊന്നും മുറുകല്ല പോടി സ്വർഗത്തിലെ ഒന്നും വിളക്കല്ല താടി എത്ത് കാറ്റിട്ട് അല്ല വാടാ വാടാ അമ്മൂഷ അപ്പൊ വീട് എടുത്തിട്ട് വരട്ടെ. ഓ മമ്മന്റെ മാല. നീ പിടിച്ചതേ അനപ്പുറമല്ല അറിഞ്ഞോളല്ലേ. അപ്പൊ വീട് എടുത്തിട്ട് ഓടി വരാമേ. ഇടിച്ചടി മുട്ടും കൊണ്ട് പകർച്ചടി തന്നെ. ഓക്കെ റെഡി അല്ലേ? ആ കിളിക്കും കൂടി എടുത്തിരുന്നെങ്കിൽ ഓക്കെ റെഡി. കിലുക്കാൻ പെട്ടി പെൺകുട്ടി കലപ്പില കൂട്ടി മുത്തുകുട്ടി ഒരു കാര്യം കൊണ്ട് തരുന്നതിന് മൊത്തം പൊട്ടിച്ചേക്കാ കൊച്ചിന്റെ കിലുക്കം പൊട്ടിച്ചു കളഞ്ഞ. അത് നീ എന്ത് ഞാൻ കൊണ്ട് തന്നു മേടിക്കാൻ വരാഞ്ഞത്? മേടിച്ച് കൈ കൊണ്ട് കുത്തി പൊട്ടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. കുത്തി തട്ടിയിട്ട് പൊട്ടിച്ച്. ഷേ ഇവിടെ നമുക്ക് വേറെ മേടിക്കണം, വേറെ അടിപൊളി കിലുക്കം മേടിക്കണം കേട്ടോ. അമ്മ കൊടുക്കല്ലേ? കൊടുക്കുവേ? കൊടുക്കത്തില്ല കേട്ടോ, തരത്തില്ല. തെറിച്ചു പോയി. ഇനി ഇതിന്റെ ബാക്കിയൊക്കെ നോക്കിയിട്ട് കാര്യം എന്തുവാ? അതുകൊണ്ട് അടിയിൽ പോയില്ല. ഓക്കെ മാറ്റിച്ചേ. ഹേ ഗൈസ്, അപ്പൊ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഈറ്റിംഗ് ചലഞ്ച് ആണ് ഗൈസ്, അല്ലേ? യെസ്. അപ്പൊ ചലഞ്ച് അത് സാധാരണ ചലഞ്ച് അല്ല ഗൈസ്, ഇതൊരു വ്യത്യസ്ത അതാണ് ഗൈസ്. അതാണ് ഗൈസ് പൊന്നെ കണ്ടുപിടിച്ച ഒരു തരം ചലഞ്ചാണ് ഗൈസ്. ഇല്ല പിന്നെ ഞാനിരുന്നപ്പോ എന്നോട് ഒന്ന് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്താലോ. ഓർത്തുന്ന വീഡിയോ ഇല്ലായിരിക്കും, ഞാൻ അങ്ങനെ ചെയ്തേക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ സംഭവം ഇതാണ്. അപ്പൊ പൊന്നയുടെ ഐഡിയ ആണ്. പൊന്ന കൊണ്ടുവന്ന് വെച്ചേക്കുന്ന കുറച്ച് ഐറ്റംസും ഉണ്ട്. വെറുതെ ആണോ? കുറച്ച് ഐറ്റംസ് ഉണ്ട് ഗൈസ്. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ കൊണ്ടുവരുന്ന ഐറ്റംസ് നമ്മള് കഴിക്കണം. സൗണ്ട് ഇല്ലാതെ പീസ് ആയിട്ട്. ആ പണിഷ്മെന്റ് ഉണ്ട് ഗൈസ്. വടി എവിടെ? പണിഷ്മെന്റ് ഉണ്ട് ഗൈസ്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വടി വെട്ടി ആട്ടിക്കും. ചാന്തിത്തൊലി അടിച്ച് പൊട്ടിക്കും കേട്ടാ. നല്ല ചെത്തി ചീവി എടുത്ത് അടിപൊളി നല്ല മൽബറിയുടെ കമ്പ്. മൽബറിയുടെ കമ്പ് കൊണ്ട് അടി ആർക്കും കേട്ടിട്ടുണ്ടോ? കെട്ടി കാണത്തില്ലായിരിക്കും. വേദനിക്കത്തൊന്നും ഇല്ല. ഇല്ല ഗൈസ്, അടിച്ചാല് നമ്മള് അടിക്കും. വേദനിപ്പിച്ച് എന്തായാലും 1 കിലോ അടിക്കുമല്ലോ. അടിക്കും ഗൈസ്. അപ്പൊ നമ്മള് നേരെ വീഡിയോയിലേക്ക് പോകാൻ പോവാണ്. മൂന്നാമത്തെ ഒരാൾ പുറകെ കിടപ്പുണ്ട്. ഞാനിതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. നല്ല ഉറക്കമായിരുന്നു. അതിനിടയിൽ നടന്നു വന്നോണ്ടിരുന്നു. ഇത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നു നല്ല ഡീപ്പായിട്ട് ഉറങ്ങാൻ. അങ്ങനെ ഞങ്ങൾ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് റെഡി ആയപ്പോഴത്തേക്ക് പതിവ് പോലെ തന്നെ ഉണന്ന് കരച്ചില് ഇപ്പൊ കിടന്നിട്ടുണ്ട്. ഉറങ്ങുമല്ല, കളിച്ചോണ്ട് കിടക്കും അല്ലേ അമ്പൂട്ടാ? ഒരു ഹായ് പറഞ്ഞു അമ്പൂട്ടാ. ഹായ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം. ഞാൻ നേരത്തെ വീട്ടിലോട്ട് പോയായിരുന്നു. നീ പറഞ്ഞൊന്നും വെറുതെ ആയിട്ടില്ല. നീ എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ ബേബി, അപ്പൊ നമ്മള് നേരെ വീഡിയോയിലോട്ട് വീണ്ടും പോവാം. ഓക്കെ ഗൈസ്, അപ്പോ നമ്മുടെ ചലഞ്ചിന് വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ നേരെ ടേബിളിന്റെ ഒരു മൂലയ്ക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ പ്രധാനമായിട്ട് ഈ വടി എന്റെ അടുത്തിരിക്കുന്നതായിരിക്കും സേഫ്. ഇല്ലെങ്കിൽ ഇവിടെ എന്നെ അടുത്തടിച്ചാലും കാരണമില്ലാതെ തല്ലിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമോ? അപ്പൊ നമ്മുടെ ആദ്യത്തെ ഐറ്റം എന്താ നമുക്ക് നോക്കാം. നീ എന്തൊരു പാമ്പിന്റെ കൊറേ നേരം അമ്പൂട്ടി എന്ത് നോക്കുവാ? ഞാൻ അതിങ്ങനെ ഇരുന്നോണ്ട, ഇങ്ങനെ ചരിഞ്ഞോണ്ട. അമ്പൂട്ടി കുഞ്ഞ് ഉറങ്ങുമല്ല ഗൈസ്. കുഞ്ഞ് കൊണ്ട് നടന്ന് കളിക്കണം. നഖം കടിക്കുവാന്ന്. എന്തുവാ ഗൈസ്? പക്ഷെ ഇത് ഞാൻ കട്ട് ചെയ്തില്ല. ചില ആളുകൾക്ക് അതൊന്നും എടുക്കാൻ പാടില്ല. നീ അമ്പൂനെ കളിപ്പിക്കാൻ പാടില്ല. ഒരു നിർമ്മല നിമിഷത്തിൽ അത് സംഭവിച്ചു. ഓക്കെ
നമ്മള് കൊട്ടി കളഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ആദ്യത്തെ ഐറ്റം വന്നിരിക്കുന്നത് കൽക്കണ്ടമാണ്. അയ്യോ കൽക്കണ്ട ചിരിക്കണ്ട 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 കൈ പോരാ. ഈ കൽക്കണ്ട സൗണ്ട് കഴിക്കണം. എന്താ ഇതിന്റെ പേര്? ഇതിന്റെ പേര് കുക്കുംബർ. കക്കരിന്നല്ലേ ഉദ്ദേശിച്ച കൽക്കണ്ട. കഴിഞ്ഞ നിന്റെ ഇന്നത്തെ കോട്ട ഇനി മിണ്ടാൻ പാടില്ല. അപ്പൊ നമ്മള് ഈ തണ്ണിമത്തൻ ഇതിന് പറയുന്നത് കൊടുത്ത കൊല്ലത്ത് വരെ പോകണ്ട, അതിന് മുമ്പ് കിട്ടും. പത്തനംതിട്ട വെച്ചാൽ അമ്പോ നിന്റെ പപ്പ നിങ്ങളതെല്ലാം മറന്നു കളയും. ഇത് കുക്കുംബർ. അപ്പൊ ഈ കുക്കുംബർ സൗണ്ട് ഇല്ലാതെ കഴിക്കണം. ഒരു സൗണ്ട് പോലും വരാൻ പാടില്ല. ഇത് കഴിക്കുകയും ചെയ്യണം. ഓക്കെ, ഇപ്പൊ സ്റ്റാർട്ട്. നീ ചെയ്തോ. ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഞാൻ ഫാസ്റ്റ് അല്ലേ? സൗണ്ട് കിട്ടല്ലേ? സൗണ്ട് കിട്ടും. കറണ്ട് കട്ടെന്നൊക്കെ കേട്ടോണ്ട് സൗണ്ട് ഓക്കെ വേണ്ട. നീ ചെയ്തോ കൂട്ടാ. കടയില്ലടാ പൊന്നെ. ഓക്കെ യു ക്യാൻ. നിങ്ങൾ ചെറിയ സൗണ്ട് വെക്കാൻ. ഞാൻ അടുത്ത് പോയി നിൽക്കട്ടെ. ചോദ്യം പറിച്ചൊന്നുമില്ല. സൗണ്ട് കേട്ടാ അപ്പ് അടിയാ. തിരിച്ചു പിടിച്ചടിക്കാം. നീ ഇനി സൗണ്ട് ഉണ്ടാക്കുവോ? അമ്പുന് വേണോ? നിന്നെ അടിച്ചാനല്ല കുക്കുംബർ വേണോന്ന്. അമ്പുവേ കമ്പ് മാറ്റിയൊക്കെ കണ്ണി കുത്തരുത്. അപ്പൊ അടുത്ത ഞാൻ പൊന്നെ ഔട്ടായി കേട്ടോ. നീ ഔട്ടായി. അടി കിട്ടിയല്ലോ. അടി കിട്ടിയെങ്കിൽ ഇറങ്ങി പോണം വീട്ടിൽ നിന്ന്. ഇറങ്ങി 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 വെളി ഇറങ്ങി. മാറ്റി 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 ഞാൻ വേറെ എടുക്കാം. അല്ലെങ്കിൽ ഇത് ശ്രദ്ധിച്ച് ചോദിക്കണം. പിന്നെ സൗണ്ട് ഇടുന്നത് കള്ളത്തിനും പറയരുത്. ഗൈസ് എന്റെ മൈക്കിന് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പഠിച്ചത് എനിക്ക് അങ്ങനെ അടിക്കാൻ പറ്റില്ല. നീ തല വേണ്ടേ. ഇത് കറയുണ്ട് ചേട്ടാ. ശരിക്കും ഇതിപ്പോഴെ എടുത്തിട്ടില്ല. ഇതിനകത്ത് സൗണ്ട് കേക്കോന്ന് ആദ്യത്തെ അടിയിൽ മനസ്സിലായില്ലേ? കേക്കോന്ന്. അപ്പൊ നെക്സ്റ്റ് സാധനം സൗണ്ട് കേട്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ചോക്ലേറ്റ്. ചോക്ലേറ്റ് ഒന്നല്ല, ഇതിന് വേറെ പേരുണ്ട്. ഇതിന്റെ പേരെന്താ? എന്ത് സ്റ്റിക്കാ? ഇത് റിംഗ് സ്റ്റിക്ക്. അങ്ങനത്തെ ഒരു പേരുണ്ടല്ലോ. ഇതെന്താണ്? ഇതൊരു ഇതാണ് ടോയിന്ന്. ഇതൊരു ചോക്ലേറ്റ് എന്താ സംഭവമാണ്. ഒരു കുഴല്. പണ്ടൊക്കെ വീടുകളിലൊക്കെ നമ്മുടെ വീട്ടിൽ ഊതുമായിരുന്നു. അടുപ്പിൽ ഊതത്തില്ല. ഊത്തുകുഴൽ അല്ല, ഓടക്കുഴൽ. സൗണ്ട് കേൾക്കാൻ പാടില്ല. അല്ല ഇത് ഇങ്ങനെ ഇങ്ങനെ അടിച്ചാൽ മതി. ഇങ്ങനെ എങ്ങനെയും കടിയേ. മുട്ടായി വേണോടാ. അമ്മൂടെ ഓണായി തുടങ്ങിയിട്ടുണ്ട്. കഴിക്കാൻ പോവാ. സൗണ്ട് ഇല്ല. നീ ചവച്ചോ. ചവയ്ക്കേ നല്ല ചവയ്ക്ക. നാക്കിനിടയിട്ട് അമ്മാനെ ആടാ. ഇവിടെ ഇവിടെ എടുത്ത് ചുണ്ടിനിടയിൽ വെച്ചോടാ. ഓക്കെ ഗുഡ് ഗേൾ. എടാ ഈ സൗണ്ട് ഇല്ലടാ. ഇല്ല അതോടെ വെക്കുക. ഇതിന് സൗണ്ട് ഇല്ല. അപ്പൊ ഞാനും പെട്ടെന്ന് കഴിക്കാം. ഇല്ലെങ്കിൽ ഇത് ഒടിഞ്ഞു പോടാ. സൗണ്ട് ഇല്ലാത്ത സാധനം ഞാൻ കടിച്ചാൽ ചിലപ്പോ സൗണ്ട് വന്നാലും. സൗണ്ട് വെച്ച് തുടങ്ങി. ഓ ഇഷ്ടം ബാക്കി തരാനുള്ളതിന് ഇത്ര നേരം കുഞ്ഞ് യാതൊരു കുഴപ്പമില്ലായിരുന്നു. അടങ്ങി ഒതുങ്ങി കളിച്ചോണ്ട് കിടന്ന കുഞ്ഞ. കളിച്ചോണ്ട് കിടന്നു. എന്നെ ആരും മൈൻഡ് ചെയ്തില്ല. അവിടെ അങ്ങനെ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ച് കരച്ചു തുടങ്ങി. ഫീഡ് ചെയ്തു. രക്ഷ ഉറങ്ങിയില്ല. ഇത്രയും നേരം കുറേ നേരം അല്ലേ? 1.5 മണിക്കൂറോളം ഞങ്ങൾ ഇങ്ങനെ കൊണ്ട് നടന്ന് ഇപ്പൊ ചെറുതായിട്ടൊന്ന് ഉറക്കിയിട്ടുണ്ട്. പക്ഷെ കിടത്തിയ
അപ്പൊ എണീറ്റ് വരും. അതുകൊണ്ട് ഞങ്ങള് കയ്യിൽ തന്നെ ഹോൾഡ് ചെയ്യാൻ വിചാരിച്ചു. കാരണം വീഡിയോ കംപ്ലീറ്റ് ചെയ്യണമല്ലോ, അതുകൊണ്ട്. ഗൈസ് അപ്പോൾ നമുക്ക് അടുത്തുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് മുറുക്കാണ് ഗൈസ് ഉള്ളത്. ഈ മുറുക്ക് സൗണ്ടിൽ അത് എങ്ങനെ കഴിക്കും എനിക്ക് അറിഞ്ഞൂടാ. ഈ മുറുക്ക് പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ എനിക്കിപ്പോ ഇത് കാണുന്നതേ ഇഷ്ടമല്ല. എനിക്ക് കാണുമ്പോൾ ഇഷ്ടം വേണ്ട ഗൈസ്. കുഞ്ഞ് കിടക്കുന്നുണ്ട്, ഉറങ്ങുന്ന നമുക്ക് ഒരുപാട് അങ്ങ് സൗണ്ട് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് ഉണർന്നാലോ എന്നൊരു പേടി ഇല്ലാതില്ല. ആ അയച്ചോടാ, ഒട്ടും സൗണ്ട് കേട്ടിടാ ചക്കടേ, ഒട്ടും സൗണ്ട് കേട്ടില്ലടാ. ഒരു തുള്ളി പോയി. ഞാൻ പിന്നെ വെച്ചിരിക്കുന്നത്. എടാ ചുമന്നടാ, ചുമന്നടാ, എടാ ചുമന്നടാ. ഓർക്കണം, നമ്മള് വളർന്നു വന്ന് നമ്മൾ ഇവിടം വരെ എത്തി. ഇനി നമ്മൾ എങ്ങനെയാ വന്നത് തിരിഞ്ഞു നോക്ക്. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് ഓർക്കാനുണ്ട്, സ്കൂളിലും ട്യൂഷനൊന്നും പോയിട്ടില്ലാതെ നിങ്ങൾ എന്താ ഓർക്കും? എനിക്ക് തോന്നി ആ അമ്പ എന്റെ നേർക്കാന്നുള്ളത്. മിണ്ടായിരിക്കാ നല്ലത്. കടി 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 കടി. ഇതെന്ത് ഇവിടെ ഇവിടെ പ്ലാസ്റ്റിക് നടക്കുന്ന ഒരടിയേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ രണ്ടെണ്ണം പറഞ്ഞിട്ടില്ല. പഞ്ചായത്തിൽ അതുകൊണ്ട് എനിക്ക് പറഞ്ഞാൽ തിരിച്ചു തരാൻ പറ്റുമല്ലോ. തിരിച്ചു തരണം, എനിക്ക് തിരിച്ചു തരണം. പഞ്ചായത്തിൽ 10 ആക്കിയ ഒരടി ഫ്രീയാ. കിട്ടിയ അടി എനിക്ക് തിരിച്ചു കൊടുക്കണം. എനിക്ക് അടിച്ച് ചോപ്പിക്കണം, അടിച്ച് ചോപ്പിക്കണം നിന്നെ. സൗണ്ട് കേൾക്കരുത് എന്നുള്ളതാണ് ഗെയിം. ഇവിടെ അല്ല, അടുത്ത പഞ്ചായത്തിലുള്ളവർ വരെ ഉണർന്നു നിങ്ങളെ കടിക്കുന്നതിന്റെ സൗണ്ട് കേട്ടിട്ട്. ഓക്കെ, സമ്മതിച്ചു. കടിക്കുന്ന സൗണ്ട് കേട്ടോ. നമ്മൾ ഒരടിയിൽ അടിക്കാൻ പറ്റുള്ളൂ, നീ 2 അടി അടിച്ചു. പക്ഷെ എന്റെ മനസാക്ഷിയാണ്, ഞാൻ തിരിച്ചടിക്കില്ല. ഞാൻ നിന്നെ അടിക്കത്തില്ല. അപ്പൊ നമുക്ക് അടുത്ത കൊണ്ടുവന്നേക്കെന്ന് പറഞ്ഞാലും ലേസ് ആണ് ഗൈസ്, ബ്ലോ ലേസ്. അതെ, ഈ സാധനം എങ്ങനെ ഞാൻ തിന്നെ, എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനം ഈ ലേസ്. എന്നിട്ട് ഇത് ഇഷ്ടം പോയി അത് തന്നെ മേടിച്ചോണ്ട്. നീ തിന്നണ്ട, നീ ലേസ് തിന്നണ്ട. ഞാൻ പറഞ്ഞപ്പോ എന്നോട് എന്ത് പറഞ്ഞെന്നറിയാവോ? കേക്കട്ടെ. നിനക്ക് നീല ലേസ് ഇഷ്ടമല്ലെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ. ഇഷ്ടങ്ങളല്ലേ ഗൈസ്, ആരെല്ലാം ഇഷ്ടങ്ങൾ മാറി മാറി വന്നൂടെ. നമ്മുടെ പഴയ ലേസിന്റെ വീഡിയോ ഓർക്കും, ലേസ് ഈറ്റിംഗ് ചലഞ്ച് ഓർക്കുന്നുണ്ടോ? തേടി തിന്നുന്നത് അങ്ങ് പണ്ട് പണ്ട് പണ്ട്. അതിനകത്ത് വരെ ഞാൻ നമ്മൾ അത് പറയേണ്ട കാര്യമില്ല, നമ്മൾ ഇനി അത് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതങ്ങ് തിന്നാൻ മതി, സൗണ്ട് ഇല്ലാതെ തിന്നണം. അതാണ് നമ്മുടെ ചലഞ്ച്. അപ്പൊ അതിനകത്ത് ആധികാരികമായിട്ട് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. സംസാരിക്കരുത്. പൊട്ടിക്കുമ്പോ കവറി സൗണ്ട് കേൾക്കാൻ പാടില്ലേ? ആ നിയമം ഇല്ലല്ലോ, അങ്ങനെ ഒരു നിയമം ഇല്ല. ഞാൻ ഇപ്പൊ ഇട്ടതാണ് നിയമം. നീ ഇരിക്കുമ്പോ ഇടാൻ നിക്കുന്നേ. നിങ്ങളെന്തിനാ ഇങ്ങനെ ഇടുന്ന ഓരോ നിയമങ്ങൾ? അത് നിയമമല്ല ഗൈസ്, അതൊരു റൂളല്ല. ലേസിന്റെ കവർ പൊട്ടിക്കുമ്പോ സൗണ്ട് കേൾക്കണമെന്നല്ലേ ഗൈസ്. ചെറുതായിട്ട് പൊട്ടിക്കോ. ഞാൻ കളിക്കുന്നില്ല, ഞാൻ പോവാ. ഈ കളിക്കാൻ മേടിച്ചിട്ട് പോയാ മതി. ഇങ്ങനെ ലേസ് നമ്മള് സൗണ്ട് ഉണ്ടാക്കാതെ ലേസ് പൊട്ടിച്ച് ഞാൻ ഒരു ഗുമ്മ ലേസ്. അപ്പൊ നമ്മൾ സൗണ്ട് ഉണ്ടാക്കി തന്നെ ലേസ് പൊട്ടിക്കണം. പക്ഷെ ഇവിടെ സൗണ്ട് ഉണ്ടാക്കാതെ ലേസ് തിന്നണം. എങ്ങനെ ഇരിക്കണേ? I will try on. അതെ, ഇന്നത്തേക്ക് ഒന്ന് പൊട്ടിക്കോ. ഓക്കെ, നമ്മളിപ്പോ ഇത് ഇത്ര എടുത്ത് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള കുറച്ച് ലേസ് മാത്രമായിട്ട് നമ്മൾ ഈ പേസ്റ്റിലേക്ക് ഇടുക. ഇതങ്ങനെ മാറ്റി വയ്ക്കുക. നിന്നെ ഞാൻ തീറ്റിക്കും. എടാ നീ എന്നാ ഞാൻ മേടിക്കുമ്പോ പറയത്തില്ലായിരുന്നു വേറെ ലേസ് മരുന്ന്? നീ കടിക്കടി. പാത്രം വേണ്ടേ? സൗണ്ട് കേൾക്കരുത്, സൗണ്ട് കേൾക്കരുത്. കുതിർത്ത് തിന്നുവാണോ? കടിച്ചോ? ഇല്ല ഇല്ല ഇല്ല, കടി 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 കടി. സമയം കളയാൻ പാടില്ല ഗായ്സ്. തുപ്പി വെച്ചു, അത് കുതുക്കുവാ, അത് ഉറിഞ്ചി കുടിക്കു. ഇല്ല, കടിച്ചോ? ആ കടി 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 ഗൈസ്. അത് മറ്റേ ഇത് വലിച്ച് വലിച്ച് കുട്ടിക്കുവോ സത്യം പറഞ്ഞ ലേസ് ചവച്ച് നിന്റെ സാധനം കുട്ടിക്കുവോ? കുട്ടിച്ചിറക്കോ നീ? കഴിച്ചോ? വെൽഡൺ. നീ എന്ത് വേണം പല്ലിനിട കയറ്റി വെച്ചോ? എന്ത് പറ്റി? തൊണ്ടേ കുടുങ്ങിയോ?
കുതിർത്ത് തിന്നാൻ ആർക്കും പറ്റും. ഓ. പക്ഷെ നമ്മളങ്ങനെ നമ്മൾ ചലഞ്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൗണ്ട് കേൾക്കരുതെന്നേ ഉള്ളൂ, അത് കഴിക്കാന്നേ പറഞ്ഞുള്ളൂ. നോ സൗണ്ട് ഈറ്റിംഗ് ചലഞ്ച് എന്നാണ്, അല്ലാതെ ബൈറ്റ് ചെയ്യണമെന്നോ ഡ്രിങ്കിങ് ചലഞ്ച് അല്ലല്ലോ. ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ച്യൂ ചെയ്യില്ലെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്ത് പന്ന ടേസ്റ്റ് ചെയ്തിന്. നീ അത് കഴിക്കണ്ട. അല്ല ഇതെന്ത് ചോറ് കഴിക്കാനിരിക്കോ നേലയൊക്കെ ഇട്ട്, ചോറ് ഇരുന്നല്ലോ. എങ്ങനെ എങ്ങനെ അടിച്ചില്ലേ? ആടിക്കൊണ്ടില്ലേ? അങ്ങനെ അടിക്കാൻ പാടില്ല. അങ്ങോട്ട് നീട്ടി വെക്ക. നിങ്ങളുടെ ട്യൂഷൻ സാർ ആണെങ്കിൽ ഇങ്ങനെ നീട്ടി വെപ്പിച്ചിട്ട് താഴെ ഇങ്ങനെ കൈ നീട്ട് ഇങ്ങനെ നീട്ടി വെപ്പിക്കും. എന്നിട്ട് മേളിലോട്ട് ഇങ്ങനെ പൊക്കും. വേദനിച്ചില്ലല്ലേ? പൊക്കിയതിന് അത്രയ്ക്ക് ആക്കത്തില്ല. നിസ്സാരം. ആ ലേസിന്റെ സ്മെല്ലൊന്നും പോകുന്നില്ല വായിക്കാത്തൊന്നും. അല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. എന്റെ അമ്മച്ചി സൂപ്പർ. പറച്ചില് കേട്ടപ്പോഴേ എനിക്ക്. അപ്പൊ നമുക്ക് അടുത്ത വന്നിട്ടുള്ള എന്താ അറിയോ? അടുത്തത് വന്നിട്ടുള്ള എന്താന്ന് വെച്ചാൽ ഈ എള്ളുണ്ട കഴിക്കുമ്പോ സൗണ്ട് ഉണ്ടാവും എനിക്കത്തില്ല. എന്റെ ഒരു തോന്നൽ പറഞ്ഞ ഈ എള്ളുണ്ട കഴിക്കുമ്പോ സൗണ്ട് ഇല്ലെന്നാ. കഴിക്കാൻ പോണോ? പിന്നല്ലാതെ എന്നാ കഴിച്ചു. അഹങ്കാരം പാടില്ല. കമ്പ് മിസ്സിങ്. ഉണ്ടോ? കടിച്ച് തിന്നണം. ഇത് ഇപ്പൊ എങ്ങനെ കടിക്കൂ? സൗണ്ട് ഉണ്ടാവുമല്ലോ. കടിക്കണം. നീ കഴിച്ചാ മതി. വായിക്കത്തിട്ട് കഴിച്ചോ. സൗണ്ട് ഉണ്ടാവായിരുന്നു അത് പൊട്ടിക്കുമ്പോ. അന്നും പറഞ്ഞ് 2.5 മണിക്കൂർ തലയിച്ച് തിന്നാനൊന്നും നിക്കരുത്. കടിച്ച് തിന്നണോ? ഇല്ല. കാടിക്കടാ. എന്തുവാടാ സമയം പോലെടാ. എന്തുവാ ഞാൻ ഇനി അകത്ത് കയറി നോക്കണം. അയ്യോ അണ്ണ ചപ്പി ഉണക്കിയിരിക്കുന്നു. നീ മുമ്പേ കൈ നോക്കടി. ട്യൂഷൻ സാറ് ഇവിടെ എന്നാ തിരിച്ചു പിടിക്കാം. നീ പതുക്കെ അടിക്കുന്ന കേട്ടോ. ഈ ചുമക്കോടോ എന്തു ചെയ്യാൻ. ഇവിടെ തൊണ്ണൂടെ തരട്ടെ. ഞാൻ പതിയെ അടയടിച്ചേ. നീ അത്രക്ക് സുന്ദരി ആയതുകൊണ്ടാ കഴിച്ചു നോക്കുന്നത് കേട്ടോ. സുന്ദരി വേവയായിട്ടാ. എല്ലാരും എനിക്ക് പ്രാർത്ഥിക്കണം കേട്ടോ. ഇങ്ങോട്ട് അങ്ങോട്ട് വരാൻ പറ്റില്ല, കുഞ്ഞു കഴിക്കുന്നുണ്ട്. വായിക്കൊണ്ട് വരാനല്ല പറഞ്ഞത്. കൈ ഇരിക്കുന്ന പാവള് കളിച്ചോണ്ടിരിക്കുക. എന്തോ കളിച്ച് മധുരം. സ്വഭാവം. നടപ്പോവാ. എന്റെ ഉദ്ഘാടനം ചെയ്തെന്നാണ് കാണിക്കുന്നത്. തിന്നോ വിഴുങ്ങാണെന്നതാണെന്ന്. തിന്നോ. ഇതുവരെ കടിച്ചില്ലേ, അവിടെ ഇട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കുന്നേ. എന്തുവാ മൈമ കളിക്കാതെ പറ. വിഴുങ്ങിയത് പറ. അത് ഫുള്ള് ചവച്ചരച്ച് മഷിയാക്കി. സോറി ഗയ്സ്, അങ്ങനെ ഈ എള്ളുണ്ട അതെ ആദ്യം കടിച്ചപ്പോ അറിയാണ്ട് പൊട്ടിപ്പോയി. പിന്നെ കേട്ടില്ലയോ? പക്ഷെ എനിക്ക് നല്ല ചവയ്ക്കുന്ന എനിക്ക് നല്ല കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. നമ്മൾ ചവയ്ക്കുമ്പോൾ കേൾക്കാൻ പറ്റില്ല. എടേ അത് എനിക്ക് നമ്മൾ ഒരു സാധനം വായിട്ട് ചവയ്ക്കുമ്പോ
നീ നിന്റെ കമ്പൊന്ന് മാറ്റിക്കോ, കുറെ നേരമായി. നമ്മൾ എന്തെങ്കിലും വായി വെച്ച് ചവയ്ക്കുമ്പോൾ നമുക്ക് സ്വയമേ ഒരു ഇത് വരുമല്ലോ. അപ്പൊ കൺഗ്രാജുലേഷൻസ്, ജയിച്ചെന്ന് പറയാൻ പറ്റില്ലല്ലോ, ഒരെണ്ണം കൊണ്ടുപോയി. ഒന്നല്ല എന്റെ അമ്മ നിന്റെ അമ്മച്ചിക്ക് ഭ്രാന്താണ്. ലേസിന്റെ സൗണ്ട് നീ പോയി രക്ഷപ്പെട്ടോ. അതെ, ബാക്കി എല്ലാത്തിനും സൗണ്ട് കേട്ടു. ഗൈസ്, അപ്പൊ നമുക്ക് ഇപ്പൊ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് എന്താ അറിയോ, കപ്പലണ്ടി മിഠായി. ശരിക്കും പറഞ്ഞാൽ ഈ ഈറ്റിംഗ് ചലഞ്ചിന് പറ്റിയ കുറെ സാധനങ്ങളാണ് അല്ലേ? അതെ, ചില്ലും കൂട്ടി കിടന്ന എല്ലാ പലഹാരങ്ങളും ഉണ്ട്. കപ്പലണ്ടി മിഠായി, തേൻ മിഠായി, മറ്റേ മിഠായി, മരിച്ച മിഠായി പറഞ്ഞ് ചിരക്കി തിന്നാനായിരിക്കും. ഗൈസ്, അപ്പൊ നമുക്ക് കപ്പലണ്ടി മിഠായി തിന്നാം. അപ്പൊ ഇത് ഞാൻ ആദ്യം ചെയ്യട്ടെ? അല്ല വേണ്ട, നീ തന്നെ തുടങ്ങി. കാരണം നീ തന്നെ. ഓക്കെ ഓക്കെ, എന്നാ തിന്ന നീ. എന്തോ കഥകളി. കഴിക്കുക, സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ മെല്ലെ മെല്ലെ കടിയിടാ. ആ മെല്ലെ കടി. ആ ഒരു കപ്പലിന്റെ മണ്ടയ്ക്ക് ഒരു പല്ല് വെച്ച് കടിച്ച് പല്ലല്ല അതി കുടുങ്ങി. ആ പൊട്ടിച്ചു, നീ അത് പൊട്ടിച്ചു. എന്തുവാ അതിട്ട് ഇനി വീട്ട് ചവച്ച് തിന്നെ. അമ്പു കരയല്ലേ അമ്പു? അമ്പുവേ അമ്പുവേ, മമ്മ സൗണ്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഹായ് അമ്പു. കൺഗ്രാറ്റുലേഷൻസ് അമ്പു ഉണന്നു. നീ സൗണ്ട് ഉണ്ടാക്കിയില്ല, പക്ഷെ അമ്പു സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ ഞാൻ ഈ കപ്പലിനെ കൂടെ കഴിക്കാൻ പോട്ടോ. സൗണ്ട് ഉണ്ടാക്കാതെ കഴിക്കാൻ മാക്സിമം ശ്രമിക്കാം. സൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പൊന്നെ അടിക്കത്തില്ലെന്നാ പറഞ്ഞേക്കുന്നത്. അടിക്കാൻ മുട്ടി നിൽക്കുമല്ലയോ? കടിക്കാൻ പോണേ, കടിക്കാൻ പോകല, കഴിക്കാൻ പോണേ കേസ്. ഇല്ല, ഞാൻ നിന്നെപ്പോലെ ഞാൻ കള്ളത്തിലൊന്നും കാണിത്തില്ല. നീ ഒന്നും അലിച്ചളിച്ചുകൊണ്ട് ചുണ്ടിൻ്റെ കേട്ടില്ല. കടിക്കട്ടെ? അല്ല കഴിക്കട്ടെ? എന്തെങ്കിലും ചെയ്യാവോ? സൗണ്ട് കേൾപ്പം തോന്നുന്നു. പല്ലൊട്ടി പോവാ. അതാ സൗണ്ട് സൗണ്ട് കേക്കത്തില്ലേ? പ്ലേറ്റ് വെക്കേ, മുട്ടായി വെക്കേ. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ല, ഇതെന്താ കാണിക്കാൻ? കുറെ നേരമായി എന്റെ നക്കാൻ നടക്കുന്നു. ഇവിടെ ഫുൾ സാധനം ആയിരിക്കും, അത് തിന്നാൻ വയ്യ. കൈ നക്കുക കേട്ട്. കൈ ഈ പ്രേക്ഷകരുടെ മുമ്പാകെ നിങ്ങൾ കൈ നീട്ട്, ഈ കോടതി മുമ്പാകെ നീട്ട്, പൊക്കങ്ങോട്ട് ഗുമ്പ് കിട്ടണ്ടേ. നല്ലൊരു അടി കൊടുക്കട്ടെ. പെണ്ണിറങ്ങിക്കോ കേട്ടോ. അടിക്കാൻ പോവാണ്. പെണ്ണിനെ ഉണത്തിയോ അടി കൊടുക്കാം കേട്ടോ. അത് വലിച്ചോണ്ട് പണിഷ്മെന്റ് നീ അടിക്കടി ഒന്ന് പേടിപ്പിക്കാ. നീ അടിക്കടി. പൊന്നാ പതിയടി. 3 അടി. ഇല്ല അടിച്ചോടി. ഞാൻ പാടില്ല. കുഞ്ഞു വരെ ഉണന്നു. ഉറങ്ങിയ കുഞ്ഞ. ഇത്ര നേരം ഞാൻ പതി അടിച്ചപ്പോ നീട്ടാ പറയാൻ എന്റെ കണ്ണി കൂടെ വെള്ളം വന്നു കൂടി. ഗൈസ്, നിങ്ങൾ കണ്ടോ അപ്പനെ? പോട്ടെ ആകാരം കാണിച്ചാടാ അടി കൊടുത്തത്. കുഴപ്പമില്ല കേട്ടോ. ഇപ്പൊ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. നിങ്ങൾ എല്ലാരും കണ്ടല്ലേ ഇവള് ശരിക്കും കള്ളക്കളിയല്ലേ കളിച്ചത്? അല്ല, കൈ വലിച്ചു. കൈ വലിച്ചു, അതുകൊണ്ട് പണിഷ്മെന്റ്. 3 അടി കൊടുക്കേണ്ടത് 2 അടി. നല്ല വേദനിച്ചടാ. ഇവള് കള്ളക്കളി കളിച്ചെന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ കമന്റ് ഇടണം ഗൈസ്, കമന്റ് ഇടണം. അടി കിട്ടിയത് നന്നായി ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതിനും കൂടെ കമന്റ് ഇട്ടോ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി മുന്നോട്ട് പോകാൻ നമുക്ക് സമ്മതിക്കത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ മറക്കാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കണം ഗൈസ്. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.